ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം, കാലങ്ങളായിട്ട് പരിചിതമായ ഒരു മുഖം കൂടിയാണ്. വിശ്വാസം സിനിമകളിലൂടെ മലയാളക്കാർ നെഞ്ചിലേറ്റിയ തെന്നിന്ത്യയുടെ ഭാഷയ്ക്ക് അതീതമായിട്ടുള്ള പാൻ ഇന്ത്യൻ സിനിമകളിലൂടെയും വിജയ് തോമസ് സീമ സിൽക്സിന്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരെയും ഒരു സാധാരണക്കാരൻ, ഒരു വളരെ സിമ്പിൾ ആയ ഒരു മനുഷ്യൻ, സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥതയോടുകൂടി തന്നെ ജീവിതത്തിൽ നിലനിന്ന് പോകുന്ന ഹാർഡ് വർക്കിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ടൊവിനോ തോമസ് ഇനി നിങ്ങളോട് സംസാരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ടൊബി, ഞങ്ങൾ എല്ലാവരെയും കാണാനായിട്ട് ഇവിടെ എത്തിയതിൽ ഒത്തിരി സന്തോഷം എന്ന് പറയാനുള്ള ഈ സമയത്ത്. പ്ലീസ്. ഹലോ കട്ടപ്പന, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഒരുപാട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചാലും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചാലും ഒക്കെ അതെ, ദയവേത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്താൽ ഇവിടെ ഒരു കൈക്കുഞ്ഞുള്ളതാണ്. ചേട്ടാ, കഴിയുമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഈ തിരക്കിൻ്റെ അടുത്ത് മാറി നിൽക്കണം. ഇതൊരു സിനിമ ഏപ്രിലിൽ വരുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്ത മരണമാസ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ബേസിൽ ജോസഫും രാജേഷ് മാധവൻ, സുരേഷ് കൃഷ്ണ, സിജു സനേന തുടങ്ങിയ കുറേ പേര് അഭിനയിച്ചിട്ടുള്ള ഒരു അത് എമ്പുരാൻ അറിയാലോ അതെങ്ങനെയുള്ള പടമാണെന്ന് അറിയാമല്ലോ. പക്ഷെ മരണമാസ് ഒരു ചെറിയ ഫൺ പടമാണ്. അപ്പോൾ അതാണ് അടുത്തുള്ളത്. പിന്നെ ഞാൻ മെയില് മിക്കവാറും ഞാൻ അഭിനയിച്ച ഒരു സിനിമയുണ്ടാവും, നരിവേട്ട എന്ന് പറയുന്ന സിനിമയുണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ നല്ല വിശേഷങ്ങൾ തന്നെയാണെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ചേട്ടാ, ഞാനങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നതാണ്. സംവിധാനം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് കഥയൊക്കെ പറഞ്ഞാൽ കാര്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് സമയം നിങ്ങളെ വെയിലത്ത് നിർത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പക്ഷെ ഞാനിവിടെ ഈ അനുഭവിക്കുന്ന സ്നേഹം തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. കാര്യം അത് സിനിമയിലെ അഭിനയിക്കുക മാത്രം ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അൺകണ്ടീഷണൽ സ്നേഹം കിട്ടുക എന്ന് പറയുമ്പോൾ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അത് എന്നും ഞാൻ അത്രയും തന്നെ വാല്യൂ ചെയ്യുന്നു. അത് എന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നന്മ മാത്രം സംഭവിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ നൽകുന്ന ഇഷ്ടം 100% ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം അത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ചിത്രങ്ങൾ വരച്ച പ്രിയപ്പെട്ടവർ അതൊന്ന് ടൊവിയുടെ കയ്യിലേക്ക് ഒന്ന് നൽകാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരാം പ്ലീസ്. അപ്പൊ അത് നേരിട്ട് നൽകാനുള്ള അവരുടെ ഇഷ്ടം നമ്മൾ ബഹുമാനിക്കട്ടെ. വരച്ചവരെ ഇങ്ങോട്ട് കയറ്റി വിടുകയാണെങ്കിൽ അതായിരിക്കും നമുക്കൊരു കലാകാരന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ റെസ്പെക്ട് എന്ന് പറയുന്നത്. അത് ഞാൻ വാങ്ങി ഉൾപ്പെടുന്നതിനേക്കാൾ നല്ലത് അവര് നേരിട്ട് വരികയാണെങ്കിൽ അതങ്ങനെയാണ്. അപ്പൊ അത് ടൊവി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്താണോ അത് തന്നെയാണ് അത് വരച്ചവരുടെ ഉള്ളിലെ ആഗ്രഹം. അപ്പൊ അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ ടൊവിനോ തോമസ്. എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും മനസ്സിലാക്കാനും അവർക്കൊപ്പം ചേർന്ന് നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വലിയ കാര്യം. അതുകൊണ്ടാണ് ടൊവിയോട് നമുക്ക് ഇത്രയും അധികം ഇഷ്ടം, ഇത്രയും അധികം സ്നേഹം. വരദാനങ്ങളുടെ നാടായ ഇരിങ്ങാലക്കുടക്കാരനായ ടൊവിനോ തോമസിന് ഇങ്ങനെയേ പെരുമാറാൻ സാധിക്കൂ. അത് തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ചിത്രങ്ങൾ വരച്ച എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഒരുപാട് നന്ദി പറയാണ് ഈ സമയത്ത്. ആ പേരൊന്നും കൂടി പറയുകയാണെങ്കിൽ ഒന്ന് അറിയേണ്ട ഒരു ആഗ്രഹം. ബ്രോ ഹലോ, അനന്തു. ഹായ് അനന്തു. താങ്ക് യു സോ മച്ച് അനന്തു. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ ഒരാൾ കൂടി വരുന്നുണ്ട് ടൊവി, ഒരു ആരാധകൻ, ഒരു സ്നേഹം വരുന്നുണ്ട്. പ്ലീസ്. അദ്ദേഹം ഫാമിലി ആയിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ കുറെ ദിവസത്തെ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് ഇവിടെ ടൊവിനോ തോമസ് വരുമ്പോൾ ടൊവിയുടെ ഒരു ചിത്രം വരച്ച് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഒരു സ്നേഹ സമ്മാനം കൈമാറിക്കൊണ്ട് അവർ ആ ചിത്രം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നൽകുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ആഗ്രഹം. അപ്പൊ ആദ്യം ബ്രില്യന്റ്, സൂപ്പർ അല്ലേ? ആ കലാകാരന് ഒരു കയ്യടി കൊടുക്കും നിങ്ങൾ എല്ലാവരും. ഇത്
ദൈവം നൽകിയ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കഴിവാണ്. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ആ പിക്ചർ വരച്ച അദ്ദേഹത്തോടൊപ്പം ആ ഫാമിലിയോടൊപ്പം ഒരു സെൽഫി, ഒരു പിക്ചർ എടുക്കുകയാണ്. സീമ സിൽസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തിൽ അലിയാർ സാറും ഫാമിലിയും എല്ലാവരും നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു മൊമെന്റ് ആണ് നമ്മൾ കാത്തിരുന്നത്. നമ്മുടെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാള്, അവർ ആഗ്രഹിക്കുന്ന ഒരാള് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യാനായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത തീരുമാനം. അത് എന്തുകൊണ്ടും വലിയ ഡിസിഷൻ ആണ്. അതിന് അങ്ങേയറ്റം ഹാറ്റ്സ് ഓഫ് ടു യു അലിയാർ സാർ ആൻഡ് ഫാമിലി. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നമ്മൾ നേരെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങുവാണ്. അപ്പൊ അവരും ഹാപ്പി, ചേട്ടനും ഹാപ്പി, ടോബിയും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഓക്കെ, സോ ടോബി, നമ്മൾ ലക്കി ഡ്രോയിലേക്ക് നീങ്ങാൻ എനിക്ക് തോന്നുന്നു. 1 ലക്ഷം രൂപയാണ് നമ്മൾ ക്യാഷ് പ്രൈസ് നൽകാൻ പോകുന്നത്. ആരായിരിക്കും ഈ ബോക്സിനകത്ത് എന്ന് അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം ആരായിരിക്കും ആ ഭാഗ്യശാലി എന്നുള്ളത്. ഞാൻ അലിയാർ സാറിനെ ഫാമിലിയെയും ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ആർക്കായിരിക്കും ഈ 1 ലക്ഷം രൂപ ലഭിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. ടൊവിനോ തോമസ് ഇന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികൾ നിങ്ങളിൽ ആരുമാകാം? റെഡിയല്ലേ? കൂപ്പണിന്റെ ലക്കി ഡ്രോ നമ്മൾ എടുക്കാൻ പോവാണ്. എല്ലാവരും ഓക്കെ ആണ് അല്ലേ? അപ്പൊ ആരായിരിക്കും ഇന്ന് ആ വിന്നർ ആയി തീരുക എന്നുള്ളത് നമുക്കിതാ ഇപ്പോ ഈ മൊമെന്റിൽ അറിയാം. 1 ലക്ഷം രൂപ സീമ സിൽക്സ് നൽകുന്ന 1 ലക്ഷം രൂപ വിജയിയായിരിക്കുന്ന ആ പേര് ചൊവ്വയുടെ കയ്യിൽ കിട്ടി. നമ്മൾ പേര് അനൗൺസ് ചെയ്യാണ്. ചൊവ്വ പേര് അനൗൺസ് ചെയ്യാം അല്ലേ? ലൈല അപർണ ഭവൻ കുഴിത്തോടാണോ? കുഴിത്തോട് പിയോ ആണ്. അപർണ ഭവൻ ഇവിടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സോ ലൈല എവിടെ? ലൈല മൊബൈൽ നമ്പർ അവസാനിക്കുന്നത് 154 എന്ന നമ്പറിനാണ്. ലൈല ചേച്ചി ഓടി വരികയാണ് സ്റ്റേജിലേക്ക്. ഒന്ന് വഴി കൊടുക്കാം. നമ്മുടെ കയ്യില് ലൈല ചേച്ചിയെ കണ്ടുപിടിക്കാനായിട്ട് പേരും അഡ്രസ്സും ഉണ്ട്. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആയിട്ടുള്ള 154 ഇതാണ് ലൈല ചേച്ചിയുടെ മൊബൈൽ നമ്പർ. ലൈല എന്നുള്ള പേരിൽ എത്ര പാട്ടുകളാണ്, എത്ര സൂപ്പർ ഹിറ്റ് പാട്ടുകളാണുള്ളത്. ലൈല ചേച്ചിയെ കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവിടെ കട്ടപ്പന മാത്രമല്ല, പല ജില്ലകളിൽ നിന്നും ആരാണ് ആ 1 ലക്ഷം രൂപ ലഭിക്കാൻ പോകുന്ന ഭാഗ്യശാലി എന്നറിയാനായി ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടെ ഇവിടെ കാത്തിരുന്ന കുറെ അധികം ആളുകളുണ്ട്. അപ്പൊ ചൊവ്വി, നമ്മൾ ലൈല ചേച്ചിയുടെ മൊബൈൽ നമ്പർ ഒന്ന് ചേച്ചി, ഞാൻ ഇവിടെ എല്ലാവരോടും അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ്, മൊബൈൽ നമ്പർ നമുക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ സപ്ലൈ അല്ലെങ്കിൽ റൂൾസും റെഗുലേഷൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ചേച്ചി മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? ഉറപ്പാണോ? അടിച്ചു മോളെ! 1 ലക്ഷം രൂപ സീമ സിൽക്സ് നൽകുന്ന 1 ലക്ഷം രൂപ ഇവിടെ ലൈല ചേച്ചിയുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ലൈല ചേച്ചി 1 ലക്ഷം രൂപ കിട്ടിയതിന്റെയും ചൊബിയുടെ അടുത്ത് നിൽക്കാൻ പറ്റിയതിന്റെയും ഒരു ചെറിയ ടെൻഷനിൽ ചെല്ലായിട്ട് വരച്ചിട്ടൊക്കെയാണ് ചേച്ചി നിൽക്കുന്നത്. സോ ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ കട്ടപ്പന കാത്തിരുന്ന ഒരു നിമിഷത്തിൽ 1 ലക്ഷം രൂപയുടെ വിജയി നമുക്കൊപ്പം വേദിയിൽ നിൽക്കുകയാണ്. സീമ സിൽക്സിന്റെ ലക്കി ഡ്രോ വിന്നർ. ഒരു വലിയ കയ്യടികളുമായി നമുക്ക് ലൈല ചേച്ചിക്ക് സമ്മാനം കൈമാറാം. ഒരു നല്ല കൈയടിയൊക്കെ കൊടുക്കുക എന്റെ കട്ടപ്പനക്കാരെ. കട്ടയ്ക്ക് കൂടെ നിൽക്ക് അല്ലേ? അപ്പൊ എന്തായാലും ലൈല ചേച്ചിയെ നമുക്കൊന്ന് പരിചയപ്പെടാൻ ഒരു ആഗ്രഹം നിങ്ങൾ പലർക്കും ഉണ്ടാവും. ലൈല ചേച്ചി 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുകയാണ്. എത്ര കൂപ്പണുകൾ ചേച്ചിയുടെ മകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കണമെന്ന് ചേച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട്. മകളാണ് ഈ കൂപ്പൺ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ചേച്ചി മകളുടെ പേര് അപർണ ഇവിടെ ഉണ്ടോ? അപർണ ഭവൻ എന്നാണ് വീടിന്റെ പേര് അല്ലെ? സോ അപർണ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാം. അത് ലലി ചേച്ചി ആഗ്രഹിക്കുന്നു. മകളെ കൂടി ഒന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു സന്തോഷമാണ്. മകളാണ് ഈ കൂപ്പൺ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് എനിക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കും. എന്തായാലും ചേച്ചി ഈ 1 ലക്ഷം രൂപ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് സന്തോഷം ഒരുപാടുണ്ട്. എല്ലാവരും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പല പ്ലാനിങ്ങുകളുണ്ടാവും. എന്താണ് ചെയ്യുക, എന്ത് ചെയ്യും? ചേച്ചിക്ക് എന്താണോ സന്തോഷം നൽകുന്നത് അത് ചെയ്യുക. അതെനിക്ക് പറയാനുള്ളൂ. പല പ്ലാനിങ്ങുകൾ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഈ പൈസയൊക്കെ ചേർത്ത് വെച്ച് നാളെ ഒരു സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ആരെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട അല്ലേ? അങ്ങനെയൊക്കെ പടിപടിയായിട്ട് നമ്മൾ പുതിയ പ്ലാനുകളിലേക്ക് വരിക. സോ ഇതാണ് അപർണ ഭവനിലെ അപർണയും കുഞ്ഞുമാണ് സ്റ്റേജിൽ വരുന്നത്. ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് ചേച്ചിയുടെ ആഗ്രഹം കൊണ്ട് ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ്. അപർണ ഒന്ന് നിന്ന് നമുക്ക് ചോദ്യവുമായിട്ട് ഒരു പിക്ചർ എടുക്കാം. ഒരു സ്നേഹ സമ്മാനം കൂടി നമ്മളിവിടെ വെച്ച് കൈമാറുകയാണ്. ഒരുപാട് വിജയവേദികൾ നേരിട്ട് കാണാൻ കട്ടപ്പനയ്ക്ക് ഒരുമിച്ചൊരുക്കിയ സന്തോഷവേളയിലാണ് നമ്മളെല്ലാവരും ഈ ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിശിഷ്ട വ്യക്തിത്വത്തിന് നമ്മളിവിടെ വെച്ച് ഒരു സ്നേഹാദരവ് കൈമാറാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്രയും മനോഹരമായ ഒരു ഇന്റീരിയറും എക്സ്റ്റീരിയറും നമുക്ക് സമ്മാനിച്ചത് സൗത്ത് ഇന്ത്യയിലെ
UAE-ലെയും ഏറ്റവും വലിയ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഗ്രൂപ്പായ MN Interior ആണ്. MN Interiorയുടെ ബഹുമാനപ്പെട്ട മിസ്റ്റർ മുജീബ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാനേജിംഗ് ഡയറക്ടർ ഓഫ് MN Interior. അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുന്നു. MN Interior has once again showcased its expertise in commercial interior design and execution with a stunning transformation of Sima Silks കട്ടപ്പന. Congratulations. നല്ലൊരു കയ്യടികളോട് കൂടി തന്നെ നമുക്ക് ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് MN Interiorയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള മുജീബ് സാറിന്റെ പ്രസൻസ് ഈ വേദിയിൽ പ്രതീക്ഷിക്കുകയാണ്. മുജീബ് സാർ ഒന്ന് സ്റ്റേജിന്റെ ഭാഗമാകാനായിട്ട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ മുജീബ് സാറിന്റെ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും ഭംഗിയായി ഇത് ഒരുക്കി സീമ സിൽക്സിന്റെ ഒരു മുഖം നമുക്കായി ഒരുക്കി തന്നതാണ്. വളരെ സന്തോഷം. മുജീബ് റഹ്മാൻ, കൺഗ്രാറ്റുലേഷൻ സർ. ചൊവ്വയുടെ കയ്യിൽ നിന്നും ഈ ഒരു ഉപഹാരം ഏറ്റുവാങ്ങാനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഇത്രയും മനോഹരമായി തന്നെ സീമ സിൽക്സ് എന്താണോ ഒരു കുടുംബാംഗങ്ങൾ ഷോറൂമിനകത്തേക്ക് വരുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, അത് വളരെ ഭംഗിയായി ഒരുക്കി തന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചൊവ്വി എമ്പുരാനിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ഞങ്ങളോട് പറയാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ചോദിച്ചറിയാനുള്ളത്. എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് സീമ സിൽക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് വളരെ വളരെ ഗംഭീരമായിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഏറെ സന്തോഷത്തോടു കൂടി തന്നെ ടൊവിനോ തോമസ് നമുക്ക് അരികിലേക്കായി എത്തിയിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എമ്പുരാനെ ഞങ്ങളുടെ എല്ലാവിധ വിശ്വാസം നേരുന്നു. തിയേറ്ററിൽ പോയി സിനിമകൾ കാണാനും വലിയ വിജയമാക്കാനും നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. പൃഥ്വിരാജ്, സുകുമാരൻ, മുരളി ഗോപി, ഇവാനോലി, നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ഒരുപാട് പ്രത്യേകതകളുള്ള ബിഗ് സ്ക്രീനിലെ അത്ഭുതമായി മാറുകയാണ്. സോ എമ്പുരാൻ അല്ലേ, എമ്പുരാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഇതുപോലെ ഒരു താരം നമ്മൾ ചൊവ്വയെ മാത്രമേ കാണാൻ പറ്റൂ മക്കളെ. ഒരു വലിയൊരു കൈയുടെ നമ്മൾ ചൊവ്വയിലേക്ക് നൽകാണ്. സീമ സിൽക്സിന്റെ ഉദ്ഘാടനത്തിന് കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ്. കട്ടപ്പനക്കാരുടെ എല്ലാവരുടെയും ഇഷ്ടം ഏറ്റുവാങ്ങാൻ ഞങ്ങൾ കട്ടപ്പനയിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളത് സിനിമകളിലൂടെയാണ് അല്ലേ. കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഇടുക്കിക്കാർ എന്ത് മിടുക്കന്മാരും മിടുക്കികളാണെന്ന് മനസ്സിലാക്കുന്ന സിനിമകളിലെ അത്ഭുതമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് മൂവിയാണെങ്കിലും ഒരു സാധാരണക്കാരന്റെ ഒരു റേഞ്ച് എന്താണോ അത് ഹൈ റേഞ്ച് പിടിക്കാനായി വരുന്ന പല ചലച്ചിത്ര പ്രവർത്തകരുമുണ്ട്. അപ്പൊ ഇടുക്കിയിൽ വരുമ്പോൾ, കട്ടപ്പനയിൽ വരുമ്പോൾ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയോട് ഇഴകിച്ച്